വയനാട്ടിലെ കള്ളാടിയിൽ നടന്ന മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടവരുടെ സംഖ്യ 9 കവിഞ്ഞു എന്ന വാർത്തകളാണ് വരുന്നത്. നിരവധി ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഏതായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ് അതിന്റെ ദുരന്ത സ്മരണകൾ തന്നെ മനുഷ്യ മനസാക്ഷികളുടെ ഉള്ളിൽ നിന്ന് പോകാത്ത സാഹചര്യത്തിൽ തന്നെ മറ്റൊരു ദുരന്തം കൂടി വയനാട്ടിൽ സംഭവിച്ചു. അത് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു കൊടുക്കുകയും ചെയ്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? നമുക്കറിയാം, ഇത് വയനാട്ടിലെ തുരങ്കപാതയുടെ അനുബന്ധമായിട്ട് വന്ന ഒരു ദുരന്തമാണ്. അതായത് ആനക്കാംപോയിൽ മുതൽ കള്ളാടി വരെ വയനാട്ടിലേക്ക് പെട്ടെന്ന് കോഴിക്കോട്ട് നിന്ന് യാത്ര ചെയ്ത് എത്താൻ പാകത്തിൽ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നു. അപ്പോൾ ഈ തുരങ്കപാത നിർമ്മാണത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പാതയുടെ നിർമ്മാണത്തിന് വേണ്ടി കുഴിച്ചെടുത്ത മണ്ണ് അത് അശാസ്ത്രീയമായ രീതിയിൽ കൂട്ടിയിട്ടതാണ് ഇങ്ങനെ ഒരു അപകടത്തിന് കാരണമായത് എന്ന് നമുക്കറിയാം. കാരണം ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഈ മാസങ്ങളായിട്ട് കുഴിച്ചെടുത്ത മണ്ണ് മുഴുവൻ കുന്നുകൂടി ഒരു കുന്നുപോലെയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അനുയോജ്യമായ തരത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് അധികാരികൾ തയ്യാറായില്ല, അല്ലെങ്കിൽ അതിൽ അവർക്കൊരു ഉൾക്കാഴ്ചയില്ലാതെ ഒരു പരാജയപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മഴക്കാലമാണ്. വയനാട്ടിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. 200 ഡിഗ്രി വരെ അതിശക്തമായ മഴയാണ് ജില്ലയിൽ പലയിടത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പ്രദേശത്ത് അതിലും ഗുരുതരമാണ് അവസ്ഥ. ഏതായാലും മഴക്കാലം വരുമ്പോൾ വയനാട്ടിൽ മുൻപ് നടന്നതായ പല ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു അപകട സാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിച്ച് അതിനുവേണ്ടി ചില ഒരുക്കങ്ങൾ നടത്താൻ തയ്യാറായിട്ടുള്ള നിരവധി ഘടകങ്ങളുണ്ട്, ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നമുക്കറിയാം, 2 IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 14 ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും സ്ഥലം സന്ദർശിച്ച് പഠിക്കുകയും പരിശോധിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ ശക്തമായ മഴ പെയ്യുമ്പോൾ ഒരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ മറികടക്കണം, എങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ അവർക്കിടയിൽ ഒരു തീരുമാനവും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 14 ഗവൺമെന്റ് ഉന്നത ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട വകുപ്പുകളും ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ് കമ്പനിയുടെ പ്രതിനിധികളും എല്ലാം ചേർന്ന് പലവട്ടം ഇതിനെപ്പറ്റി പല കൂടിയാലോചനകളും നടത്തി, ചർച്ചകളും നടത്തി. അതുകൊണ്ട് ഇവിടെ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന തരത്തിൽ ഇതിനൊരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രൂപരേഖ തയ്യാറാക്കിയതൊക്കെ തന്നെ അത് കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് ചെയ്തത്. അത് ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ ബന്ധപ്പെട്ട കമ്പനിക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ ദുരന്ത നിവാരണ പ്രക്രിയ നടത്തുന്നവർക്കോ ഒന്നും കൈമാറുകയുണ്ടായില്ല എന്നതാണ്. അതായത് തീരുമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും അതെങ്ങനെ നടപ്പിലാക്കണം എന്ന കാര്യങ്ങളുമൊക്കെ കടലാസിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചു. എന്നാൽ ഇത് നടപ്പിലാക്കാൻ വേണ്ട യാതൊരു പ്രവൃത്തിയും ഒരു ശ്രമവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിനെയൊക്കെ ഏകോപിപ്പിക്കേണ്ട സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ആദ്യം ഓടിയെത്തിയ മന്ത്രി ടി സിദ്ദീഖ് ഉടനടി അദ്ദേഹം പറഞ്ഞു, ഇതൊരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന്. അതിന്റെ അർത്ഥം വളരെ ക്ലിയറാണ്. ഇവിടെ പരിസ്ഥിതിയിലേറെ പ്രദേശമായതിനാൽ അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു മണ്ണിടിച്ചിലല്ല ഇത്. ഇവിടെ നിന്ന് മൈനിങ് ചെയ്ത മണ്ണ്
അശാസ്ത്രീയമായിട്ട് കൂട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണ് ഇത്. ഇതിന്റെ ഉത്തരവാദികൾ പ്രകൃതിയല്ല, പ്രകൃതിക്ഷോഭങ്ങളുമല്ല, മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. അവർ വേണ്ടതുപോലെ വേണ്ട സമയത്ത് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നുള്ളതാണ്. അത് വളരെ വ്യക്തവുമാണ്. അത് തന്നെയാണ് ഇതിന്റെ കാരണം. പക്ഷെ എന്തുകൊണ്ട് ബന്ധപ്പെട്ട മനുഷ്യർ, ഘടകങ്ങൾ, ഭരണകൂടങ്ങൾ, ജില്ലാ ഭരണകൂടം, ദുരന്ത നിവാരണ സമിതി ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എല്ലാം കടലാസിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ കർമ്മഭടന്മാർക്കോ ഇത് കൈമാറുന്ന കാര്യത്തിൽ കാലവിളംബം വന്നു. സ്വാഭാവികമായിട്ടും പുതുതായി അധികാരമേറ്റ സർക്കാരിന് അതിന്റെ MLA-മാർക്ക്, മന്ത്രിമാർക്ക് ഒന്നും ഈ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. അവർ അവരുടേതായ ഒരു ലോകത്തിങ്ങനെ നിയമിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചത്. ഏതായാലും ഇത് മനുഷ്യനിർമ്മിതിയാണ് എന്ന് സിദ്ദിഖ് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൈയൊഴിയാൻ സാധ്യമല്ല. കാരണം വേണ്ട വിധം ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം മുമ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ മന്ത്രിയുടെ വകുപ്പും ഈ മന്ത്രിസഭയും ഈ മുന്നണിയുമൊക്കെ ഇവിടെ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി മറ്റൊരു നേതാവായ PK ബഷീർ, അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ ദുരന്തമുണ്ടായ സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് ഒരു നോക്കുകുത്തിയായി പോയി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ അർത്ഥം മറ്റൊന്നാണ്, എന്നാൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയ അർത്ഥം മറ്റൊന്നുമാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് ഇങ്ങനൊരു ദുരന്തം വന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പിന് കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ അർത്ഥം മലയാളികൾ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ഇങ്ങനെയൊരു ദുരന്തം വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാത്ത തരത്തിൽ നിർവീര്യമായി പോയ പൊതുമരാമത്ത് വകുപ്പ് ഒരു നോക്കുകുത്തിയായി പോയി എന്നുള്ള തരത്തിലാണ്. പിന്നീട് AP അനിൽകുമാർ വന്നു, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി VD സതീശനും വന്നു. അങ്ങനെ ഇവരൊക്കെ പല ന്യായീകരണങ്ങളും പിഞ്ഞ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞു ദുരന്ത പ്രദേശങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ആകത്തുക വെച്ച് നോക്കുമ്പോൾ ഈ ദുരന്തത്തിന് സാധ്യത മുൻകൂട്ടി കണ്ടു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിലും വേണ്ട കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും ജില്ലാ ഭരണകൂടം, സംസ്ഥാന ഗവൺമെന്റ്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജില്ലാ ഭരണകൂടം ഈ തുരങ്ക നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ് കമ്പനിയെ അറിയിച്ചിരുന്നു. എന്നാൽ വളരെ പോസിറ്റീവായ സമീപനമാണ് ആ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം ഞങ്ങൾ ഇത് സ്വന്തം ചെലവിൽ ഈ മണ്ണ് നീക്കാൻ തയ്യാറാണ്, അതിനുള്ള സഹായങ്ങൾ മാത്രം ബന്ധപ്പെട്ടവർ നൽകിയാൽ മതി എന്ന മറുപടിയാണ് അവർ കൊടുത്തത്. അതായത് ഇതിന്റെ ചെലവുകളൊക്കെ കമ്പനി വഹിക്കും, തടസ്സം കൂടാതെ മണ്ണ് നീക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ജില്ലാ ഭരണകൂടം ചെയ്തു കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടും ഈ കാര്യത്തിൽ ഒരു നടപടിയും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. ഏതായാലും കറങ്ങി തിരിഞ്ഞ് ഈ പ്രശ്നത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഒരു പ്രതിക്കൂട്ടിൽ എത്തിയിട്ടുണ്ട് എന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പതുക്കെ ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ പറഞ്ഞു വരുന്നത് ഇതിന്റെ കാരണം പിണറായി വിജയൻ സർക്കാരാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ പരിസ്ഥിതി ലോല പ്രദേശമാണ്, എന്തിന് അവിടെ തുരങ്കപാത നിർമ്മിച്ചു, അങ്ങനെ തുരങ്കപാത നിർമ്മിച്ചത് കൊണ്ടാണ് ഇവിടെ മണ്ണ് കൂടിയതും അതിനിടിച്ചതിന് കാരണമായതും എന്നിവർ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ മണ്ണിടിച്ചിലല്ല സംഭവിച്ചിട്ടുള്ളത്, ഭൂദുരന്തമല്ല സംഭവിച്ചിട്ടുള്ളത്. കുഴിച്ചെടുത്ത മണ്ണ് യഥാസമയം നീക്കാത്തത് കൊണ്ട് ആ മണ്ണ് കുന്നുകൂടി ഒടുവിൽ മഴവെള്ളപ്പാച്ചിലിൽ ഇടിഞ്ഞുപോയി ദുരന്തമുണ്ടായി എന്നതാണ് ഒരു വസ്തുത. അതിന് പഴയ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ ഗവൺമെന്റ് അധികാരം കൈയൊഴിഞ്ഞ് പിന്മാറിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഈ കഴിഞ്ഞ മാസങ്ങളിൽ പുതിയ ഗവൺമെന്റാണ് ഈ വക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദുരന്തം ഇല്ലാതെ നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അവർക്കായിരുന്നു. അവർക്ക് അതിൽ നിന്ന്
ഒഴിഞ്ഞു മാറുക സാധ്യമല്ല. മാത്രമല്ല, ഈ തുരങ്കപാത അത് കേരളത്തിൽ നടത്താൻ വേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിശ്രമങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും മറ്റ് UDF സർക്കാരുകളുടെ കാലത്തുമൊക്കെയുള്ള ഒരു ആലോചനയാണ് വയനാട്ടിലെ ഈ ടണൽ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഭൂഗർഭ പാത അത് നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും നിലവിലെ ഭരണകൂടമോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ നേതാക്കന്മാരോ കോൺഗ്രസുകാരോ ലീഗുകാരോ മറ്റാരും തന്നെ എതിർത്തിട്ടില്ല. ഇതെല്ലാം വരണം എന്ന് അവർക്കും ആഗ്രഹമുണ്ടായിരുന്നു അവരുടെ ഭരണകാലത്തൊന്നും. പക്ഷെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികളും സ്വീകരിച്ചില്ല. ഒടുവിൽ ഈ പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം നടത്തിയതും ഇതിന്റെ പ്രവർത്തനം തുടങ്ങി വെച്ചതും. ആരും ഇതിനെ എതിർത്തിട്ടില്ല. വയനാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ എതിരേറ്റത്. ഇപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇവിടെ ടണൽ നിർമ്മിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇടതുപക്ഷ ഗവൺമെന്റിനെ തലയിലിട്ട് തടിയൂറാൻ ഇപ്പോൾ UDFകാരും കോൺഗ്രസുകാരും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃഥാവിലായ കാഴ്ച കൂടി നമ്മളിവിടെ കാണുകയാണ്. മാത്രമല്ല, ഇവരെ പിന്തുണക്കുന്ന പല മാധ്യമങ്ങളും, സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളുമൊക്കെ ഈ തരത്തിലുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും നിലവിലെ ഭരണകൂടത്തെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നത്. മറുനാടനെ പോലെയുള്ള വ്യക്തികളുടെ ചാനലുകൾ ഇത് ഏറ്റിപ്പിടിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെയാണ് ഈ പ്രവൃത്തി കേരള സർക്കാർ തുടങ്ങി വെച്ചത് എന്നുള്ളതാണ്. അത് ശുദ്ധ അസംബന്ധമാണ്. ഒരു ഗ്രാമീണ റോഡ് നിർമ്മിക്കുന്നത് പോലെയല്ല ഇതുപോലെ ഒരു ടണൽ പാത നിർമ്മിക്കുന്നത്, ഒരു ഭൂഗർഭ പാത നിർമ്മിക്കുന്നത്. അതിന് കേന്ദ്ര മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയില്ല. ആ അനുമതി ഇല്ലാതെ തന്നെ പിണറായി സർക്കാർ തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അത്രയും വിഡ്ഢികളല്ല മലയാളികൾ എന്ന് ഈ ഷാജനെ പോലെയുള്ളവരും മറുനാടനെ പോലെയുള്ളവരുമൊക്കെ മനസ്സിലാക്കിയാൽ നന്ന്. മാത്രമല്ല, ഈ തുരങ്കപാതക്കെതിരെ അന്ന് ഇവരാരും സംസാരിച്ചിട്ടില്ല. ഇത് വരുന്നെങ്കിൽ വരട്ടെ, അവിടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളില്ല, ഇതിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് ആ കാലത്ത് ഇവരുടെയൊക്കെ നിലപാട് എന്ന് പറയുന്നത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ, ഒരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും പിണറായി സർക്കാരിന്റെ തലയിലിട്ട് എങ്ങനെയെങ്കിലും അഭിമാനം രക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവരെ. നമുക്കറിയാം, UDFന്റെ കാലത്ത് LDF നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കെതിരെയും പല വികസന പ്രവർത്തനങ്ങൾക്കെതിരെയും അവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. K-ഫോണിനെതിരെ അവർ സമരം ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? K-ഫോൺ എന്ന് പറയുന്നത് അത് സൗജന്യമായിട്ട് മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ പരിപൂർണമായ നിയന്ത്രണം കേരള സർക്കാരിന്റെ കയ്യിലായിരിക്കും. എന്നിട്ടും എന്തിന് ഇതിനെതിരെ UDFകാരും മറ്റും സമരം ചെയ്തു എന്ന് ചോദിച്ചാൽ അത് സ്വകാര്യ ടെലികോം കമ്പനികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സ്വാഭാവികമായിട്ട് സൗജന്യമായിട്ട് ഇന്റർനെറ്റും മറ്റ് സേവനങ്ങളും സർക്കാർ കൊടുക്കുമ്പോൾ വലിയ തുക കൊടുത്ത് അംബാനിയുടെയോ എയർടെല്ലിന്റെയോ ഒന്നും നെറ്റ്വർക്കുകളെ ആശ്രയിക്കേണ്ട ഗതികേട് മലയാളികൾക്കില്ല. പക്ഷെ ഇവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അന്ന് ഇവരൊക്കെ K-ഫോണിനെതിരെ സമരം ചെയ്തത്. K-റെയിലിന്റെ കാര്യവും നമുക്കറിയാം. K-റെയിലിനെതിരെ ജമാഅത്ത് ഇസ്ലാമി, വയൽക്കിളി എന്നൊക്കെ പറഞ്ഞ പല സംഘടനകളെയും രംഗത്തിറക്കി ഒന്നിച്ച സമരങ്ങൾ സംഘടിപ്പിച്ചവരാണ് ഈ UDFകാർ. മാത്രവുമല്ല, ഇതിന്റെ ഭാഗമായി നാട്ടിയ പല മഞ്ഞക്കുറ്റികളും ഇവരെല്ലാം കൂടി പിഴുതെറിഞ്ഞ കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം ഈ പദ്ധതിയിൽ നിന്ന് കേരള ഗവൺമെന്റ് പിന്തിരിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ K-റെയിൽ കേരളത്തിൽ നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതായത് ഈ പദ്ധതിക്ക് മറ്റൊരു പേരിട്ട് മറ്റൊരു തരത്തിൽ കേരളത്തിൽ അന്ന് നടത്തിയ സർവേ പ്രകാരമുള്ള ഭൂമിയിലൂടെ തന്നെ നടപ്പിലാക്കാനാണ് ഗവൺമെന്റിന്റെ പുതിയ നീക്കം. എന്ന് പറഞ്ഞാൽ, തോമസ് കുട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തി അദ്ദേഹത്തിന് മുഹമ്മദ് കുട്ടി എന്ന് പേരിട്ട് അദ്ദേഹത്തെ സമൂഹത്തിൽ അവതരിപ്പിക്കും. ഇതുപോലെയാണ് ഈ റെയിൽവേ സംവിധാനത്തിന്റെയും കാര്യം. അതായത് തോമസ് കുട്ടി എന്ന വ്യക്തി ആദ്യം ക്രിസ്ത്യാനിയാണ്, പിന്നീട് മുസൽമാനായി, വിശ്വാസം മാറി, സമൂഹത്തിൽ പുതിയൊരു വ്യക്തിത്വം നേടിയെടുത്തു. പക്ഷേ തോമസ് കുട്ടി മുഹമ്മദ് കുട്ടി എന്ന പേരിൽ
മുസ്ലിമായാലും തോമസ് കുട്ടി എന്ന പേരിൽ ക്രിസ്ത്യാനിയായി ഇരുന്നാലും രണ്ട് വ്യക്തികളും ഒരൊറ്റ വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ തോമസ് കുട്ടി അടിസ്ഥാനപരമായിട്ട് തോമസ് കുട്ടി തന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെ കേരളിനെ മഞ്ഞക്കുറ്റി മാറ്റി പച്ചക്കുറ്റിയാക്കിയാലും പേര് മാറ്റിയാലും ഈ ശ്രീധരനെ കൊണ്ട് ന്യായങ്ങൾ പറയിപ്പിച്ച് നടപ്പിലാക്കിയാലും LDF ഗവൺമെന്റ് വിഭാവനം ചെയ്ത പദ്ധതി തന്നെയാണ് ഇത്. ഇത് മറ്റൊരു തരത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രം. ഏതായാലും ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് LDFന്റെ തലയിലേക്ക് ഇതിന്റെ കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് രക്ഷപ്പെടാനൊന്നും നിലവിലെ PD സതീശനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭക്കും സാധ്യമല്ല. കാരണം ഇവിടെ ഒരു ദുരന്തം മുന്നിൽ കണ്ട് മാസങ്ങൾക്ക് മുമ്പ് അത് പ്രതിരോധിക്കാൻ ആവശ്യമായ പദ്ധതികളൊക്കെ വലിയ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും IAS-കാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തയ്യാറാക്കിയതാണ്. അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയ റിപ്പോർട്ടുകളായിട്ട് തയ്യാറാക്കിയതാണ്. പക്ഷേ അത് വേണ്ടപ്പെട്ട ഘടകങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് ഒരു ഏകോപനം നടത്തി ഈ അപകടത്തെ ഒഴിവാക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് അവിടെ പരാജയപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.